അപ്പൊ ഗൈസ് നമ്മുടെ പച്ച മസാലയും നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി നമ്മൾ വേവിച്ച ചെമ്മീനിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെക്കുകയാണ് ആദ്യം തന്നെ. എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ 2 പച്ചമുളക്, പിന്നെ കുറച്ചല്ല ഒരു 3 സവോള, പിന്നെ കുറച്ചെന്താ കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു 2 തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി വഴന്ന് വരുമ്പോൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് ഒരു അടപ്പ് ഒരു വിനീഗറും കൂടി എടുത്ത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ ചെമ്മീൻ ഫ്രൈ അതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി അതിൻ്റെ മേളിൽ കൂടെ തൂവി നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഗൈസ് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടുണ്ട്. ഉണ്ട്.